നമസ്കാരം നമസ്കാരം. പോകുന്നു RSS എന്നൊരു സംഘടന. ഏത് BJP ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തി ദിവസം പോയി വല്ല ചിക്കൻ കടയിലും കാണാൻ പോയില്ല, അല്ലെങ്കിൽ പശുവിനെ ആടിനെ വെട്ടുന്ന കടയിൽ പോയില്ലേ? നമസ്കാരം നമസ്കാരം നമസ്കാരം. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. നോർമൽ ബുദ്ധിയുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇത് കണ്ടില്ലേ? കോമഡിക്ക് എവിടെ പോകണം? ഈ സിനിമകൾ നിർമ്മിക്കാൻ ഓരോരുത്തർ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ? ജാഥ വിളിച്ചുകൊണ്ട് വന്നു, കയ്യും കാലും വെട്ടിയെറിയും പോലും. അതിനെവര് കോഴിക്കച്ചവടം ചെയ്യുന്ന വല്ല കടയിലും പോയാൽ പോലും ദിവസേന ഓരോ കയ്യും കാലും വെട്ടാമല്ലോ. ഇങ്ങനെയും ജനങ്ങള് മണ്ടന്മാരും മന്ദബുദ്ധികളും അന്തം കമ്മികളുമായെന്ന് പറയാതിരിക്കുന്ന എങ്ങനെ? ആലോചിച്ച് നോക്ക്. അവരുടെ കക്ഷിയിലെ ഒരു സ്വതന്ത്രനായ ഒരു MLA കുറച്ച് കാര്യങ്ങൾ ആരോപണങ്ങൾ അയാൾ പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ട് ഈ മന്ദബുദ്ധികൾ യവന്മാർ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീലങ്കയില് CPM-ന്റെ പ്രധാനമന്ത്രി ആയെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അന്തം കമ്മികൾ എന്ന് തന്നെ വേണം പറയാൻ. കയ്യും കാലും വെട്ടി ചാലിയായി പുറയുന്ന അത് കോഴിക്കടയിൽ കാണാൻ പോയിട്ടില്ലെന്ന്. ഡെയിലി 5-6 കയ്യും കാലും വെട്ടാം, ദിവസേന വെട്ടാം കയ്യും കാലും. ഇതിനൊന്നും കുഴപ്പമില്ല. ഒരു വ്യക്തിക്കെതിരെ പരസ്യമായിട്ട് ഒരു MLA-ക്കെതിരെ ഭീഷണി മുഴക്കൊണ്ട് ഒരു പട്ടം ജനങ്ങൾ കൂടി പരസ്യമായിട്ട് പറഞ്ഞ ഒരു ജാമ്യവും വേണ്ട, ഒരു ജാമ്യമില്ലാത്ത വകുപ്പില്ല, ഒന്നുമില്ല. ആരെങ്കിലും അല്ലാതെ അബദ്ധ വെച്ച ഒരു പ്രസംഗത്തിനിടയിലോ പൊതുവായ സ്ഥലത്തോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ 2024 ലോകമെല്ലാം വിരൽത്തുമ്പി നടക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം മന്ദബുദ്ധികൾ ഉണ്ടെന്നല്ലോ നാട്ടില്. അവര് തന്നെ വിളിച്ച് ജയിപ്പിച്ച ഒരു MLA, അയാൾക്കുള്ള മുഖ്യമന്ത്രിയായിട്ട് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആ പാർട്ടിയിൽ നിന്ന് എല്ലാ പറയുന്നതിനപ്പുറം കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കുള്ള കൈ നിൽക്കാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നു. അപ്പൊ അവര് കുറച്ച് മാറ്റി വെച്ചു. അഴിമതിയാണോ എന്തുവായാലും അവർ അതിന് മറുപടി പറഞ്ഞു. ഈ അണികളെല്ലാം കൂടെ കയ്യും കാലും വെട്ടാൻ നടന്ന ഇതേ കണക്ക് തന്നെ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരാവട്ടെ, പോലീസ് മേധാവികളാവട്ടെ, ഭരണ സംവിധാനയിൽ താഴേക്കിടയിലുള്ള ചെറിയ ഒരു കുട്ടി സഹാക്കൾ തൊട്ട് ഈ ഭീഷണിയാണ്. അവന്മാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഭീഷണിയാണ്. ഈ ഭീഷണിയെ ഭയന്ന് എല്ലാവരും അങ്ങ് മാറും. വേറൊരു പാർട്ടിക്കാർ മാന്യവും മര്യാദ അത്യാവശ്യം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഈ അൻവർ ഇത് പറയുക CPM-ന്റെ ജില്ലാ സെക്രട്ടറി RSS-കാരനാണ്. ഏതെങ്കിലും ഒരു RSS-കാരോ RSS-ന്റെ ആൾക്കാരോ അല്ലെങ്കിൽ RSS-കാരെങ്കിലും പരസ്യമായിട്ട് ജാഥ വിളിച്ച് വെട്ടും കൊല്ലും നിന്നെ തട്ടും കയ്യും കാലും വെട്ടും എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അപ്പൊ 100 വർഷമാകാൻ പോകുന്നു RSS എന്നൊരു സംഘടന. ഏത് BJP ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തിക്കെതിരെ, ഒരു MLA-യോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ എവിടെങ്കിലും സംഭവം പറ, ചരിത്രം പറ. ഈ അൻവർ അവൻ പോയിട്ട് എവിടെയോ കനി എടുത്തെന്നോ, സ്വർണ്ണക്കനി എടുത്തെന്നോ, ദക്ഷിണാഫ്രിക്കയിൽ പോയി സ്വർണ്ണക്കനി എടുത്തെന്നോ, ആ കനിന്ന് സ്വർണം കൊണ്ട് അതെന്തോ ആയിക്കോട്ടെ ബിസിനസ്, അവിടെ സ്വർണം ഉണ്ടായിക്കൊണ്ടുപോവാ. ഈ അൻവർ ആരാ? അൻവറിനെ അറിയുന്ന ജനങ്ങളില്ല. അൻവറിന്റെ പിതാക്കന്മാര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്, പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ്, ഒക്കെ ശരി തന്നെ. ഇത്രയും നാൾ അവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ 140 MLA-യിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആശ്വാസം മേടിച്ചു കൊടുത്തത് ഈ അൻവർ MLA. സംശയമില്ല. ആര് എന്ന് സഹായം ചോദിച്ചാൽ MLA വിളിച്ചു പറഞ്ഞാൽ ആ ദുരിതാശ്വാസ നിധി തന്നെ ഒപ്പിട്ട് കൊടുക്കും. അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പൊ പറയുന്ന അതിന്റെ കൂടെ അടുത്ത് നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ADGP മുഖ്യമന്ത്രിയായിട്ട് അവരൊരു ഭരണഘടനാ സംവിധാനം പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്ന എടുത്ത് അവൻ പറഞ്ഞു. അത് കേട്ട് ഇവിടുത്തെ വോട്ടുകളെല്ലാം പോകുന്നു പറഞ്ഞു. ലോകം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ബംഗാളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, മൊത്തം നശിച്ച് നാറാണത്തോലെ അവിടെ ഇവിടെ ആകെ ഒരു കനലൊരു തരി എന്ന് പറഞ്ഞുണ്ട്. എന്നാലും യവന്മാർ ഇതിങ്ങനെ ചെയ്തല്ലോ. ഈ നാളവും മാനവും ഇല്ലേ അവനൊക്കെ? ഒരു MLA ഒരുത്തൻ പറഞ്ഞത് അവന്റെ കയ്യും കാലും വെട്ടി ചാടിയാൽ ഒന്ന് കണ്ടുനോക്ക്, വെല്ലുവിളിക്കുക. യവന്മാർ ഒരുത്തനും ഒരു ശകലം ബുദ്ധി പോലും ഇല്ലേ? അയാളെ പറഞ്ഞ് അവൻ MLA പറഞ്ഞു, അത് തിരിച്ചൊരു കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ അവർ പറയുന്ന മീഡിയക്കാർ ശരിയാണ്. പണ്ട് നമ്മളെപ്പോലുള്ള ഓൺലൈൻ മീഡിയക്കാർ ഈ വാർത്തകൾ കാണാൻ വേണ്ടി
പല കാര്യങ്ങൾ ഇപ്പോൾ അർത്ഥമല്ലാത്തതും വാർത്തയോട് അനുചിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടൊക്കെ പറയും. അതവർ കാണാൻ അവരെ വരുമാനം യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ വ്യൂസുകൾ കിട്ടാൻ വേണ്ടി. ഇപ്പൊ അതിനേക്കാൾ ചീപ്പായിട്ടാണ് മെയിൻ മീഡിയ 2-3 ചാനലുകൾ, ഈ റിപ്പോർട്ടർ, 24, ഏഷ്യാനെറ്റ്, ഇവർ മൂന്നൂടെ മത്സരിക്കുക റേറ്റിംഗിൽ ഒന്നാമത്തെ. നാളത്തെ വാർത്തയെ കൂടി ഇന്ന് പരസ്യം വിടിയ, നാളെ കാലത്തെ ഈ വാർത്ത വരുമെന്നും പറഞ്ഞ് പരസ്യം വിടിയ വാർത്തയ്ക്ക്. വാർത്ത എന്താണ്? അന്നന്ന് ആ സമയത്ത് യഥാർത്ഥമായ കാര്യങ്ങൾ ജനങ്ങളെ റിപ്പോർട്ട് ചെയ്യാനാണ് ചാനലുകൾ. യവന്മാർ നാളത്തെ വാർത്തകൾ, പീഡനങ്ങൾ, അവരെ കൊണ്ടുപോയി ഈ അൻവറിനെ തന്നെ പൊക്കി അവനൊരു വാർത്താ ചാനൽ മാധ്യമമായിട്ട് മുമ്പിൽ നിന്ന് എന്തപ്പോഴാണ് അവൻ ഇതെല്ലാം പറയാൻ വന്നത്. അത് മീഡിയയിൽ ആരായാലും കൂടെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ജനശ്രദ്ധ ആകർഷിക്കുമ്പോൾ കുറച്ച് വിളിച്ചു പറയുന്നു. അത് കുറെ കാര്യം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വേറൊരു വിഷയമായിട്ട് പോകും. എന്നാൽ ഈ നാണം കെട്ടന്മാർ ഈ കിടന്ന് കയ്യും കാലും വെട്ടാണ്ട് ദിവസം പോയി വല്ല ചിക്കൻ കടയിലും കാണാൻ പോയില്ല, അല്ലെങ്കിൽ പശുവിനെ ആടിനെ വെട്ടുന്ന കടയിൽ പോയില്ലേ, പരസ്യമായിട്ട് ഇവനെ വെല്ലുവിളിക്കുക. നാണമില്ലയോ? ഈ CPM എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നാണമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട ഏത് പ്രസ്ഥാനം എങ്ങനെ ചെയ്യും ഒരു വ്യക്തിക്കെതിരെ? എന്നാൽ അവിടെ ഒരു വ്യക്തികളുടെ പീഡന പരാതി, ഇപ്പൊ മുകേഷ് MLA പോലുള്ള വ്യക്തികൾ, അവരെ സ്വഭാവ വൈകല്യങ്ങളോ അവരെ കാര്യങ്ങളിലോ ഒക്കെ ഉള്ള വ്യക്തി ശുചിത്വമില്ലാത്തവരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുള്ളവരെ മാറ്റിയാണ് അവരെയൊക്കെ സംരക്ഷിക്കണം. അഴിമതി നടത്തിയാൽ സംരക്ഷിക്കുക. പാർട്ടി പറയുന്നതിന് അടിമയായിട്ട് തലകുത്തി നിന്നാൽ മതി. അമ്മാര് പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. ഇത് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നില്ലയോ? അവരെല്ലാം പേടിച്ച് അവർ വോട്ടുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലം മാറി. ഇതിപ്പോ AI പ്രധാനമന്ത്രി പറഞ്ഞ അമേരിക്ക ആൻഡ് ഇന്ത്യ, AI അത്രയും മാറ്റം ഉണ്ടായി. അതുകൊണ്ട് ഈ അന്തം കമ്മി കമ്മ്യൂണിസ്റ്റുകളെ ഇങ്ങനെ വെട്ടിക്കൊന്ന് ചാലിയാർ പുഴ അവരെ കളഞ്ഞെന്നും പറഞ്ഞ് ഈ പ്രസ്ഥാനം അവ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിൽക്കില്ലേ? അതുകൊണ്ട് നിങ്ങൾ കോമഡി കാണണമെങ്കിൽ സന്തോഷിക്കണം. ഇതാ യവന്മാർ ജാഥ വിളി കാണും. യവന്മാർക്ക് ഇത്രയും മന്ദബുദ്ധികളായിപ്പോയല്ലോ. ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. ഈ കോമഡി ഒന്നും ഉണ്ടാക്കണ്ട. ഇനിയെങ്കിലും ഇവനൊക്കെ എന്നാ ഈ മൂളെ ഈ തലയിൽ അല്പം ആള് താമസം ഉണ്ടാകുന്നത്. ശരി, ഓക്കെ, നമസ്കാരം.